പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 12 നാം ഇപ്രകാരം വായിക്കുന്നു: യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. റോമാലേഖനം അതിശക്തമായ ദൂതുകളാൽ സമ്പന്നമാണ് എന്ന് നമുക്കേവർക്കും അറിവുള്ളതാണ്. 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായി വിളിച്ചോതുകയാണ്. 11-ാം വാക്യം എടുത്തു പറയുമ്പോഴാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 12-ാം വാക്യത്തിന്റെ പ്രസക്തി ഏറുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകയില്ല. അതെ, കർത്താവിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിക്കുകയില്ല. അതിനകത്തില് യഹൂദനെന്നും യവനനെന്നും യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ കർത്താവ് സമ്പന്നൻ ആകുന്നു. ഈ വെള്ളിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, വർണ്ണവർഗ വിവേചന ഭേദമന്യേ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ സമ്പന്നനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. സമ്പന്നതയെന്നും നൽകുന്നു എന്നും അനുഗ്രഹം എന്നും പറയുമ്പോൾ പലപ്പോഴും ഇന്നത്തെ ക്രൈസ്തവ ലോകം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഭൗതിക സമ്പത്തും ലൗകിക നന്മകളും സാമ്പത്തിക ഉന്നമനങ്ങളും പ്രോപ്പർട്ടികളും ഒക്കെയാണ് ഇന്നത്തെ അനുഗ്രഹം എന്നതുകൊണ്ട് നിർഭാഗ്യവശാൽ വിവക്ഷിക്കുന്നത്. എന്നാൽ വേദപുസ്തകം അതൊന്നുമല്ല. അനുഗ്രഹം, നന്മ, സ്വർഗത്തിലെ ദൈവം സമ്പന്നനാകുന്നത് കൊണ്ട് നമ്മളുമായിത്തീരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവയൊന്നുമല്ല. ഇവയൊക്കെ ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക്, ഒരു അവിശ്വാസിക്ക് എത്രത്തോളം വേണമെന്നും ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ അളവുകളിൽ വേണമെന്നും കൃത്യമായി കർത്താവിന് അറിയാം. അതനുസരിച്ച് തമ്പുരാന്റെ ഭണ്ഡാരത്തിൽ നിന്നും നമുക്ക് നൽകിക്കൊള്ളും. എന്നാൽ വചന വെളിച്ചത്തിൽ ഈ അതിരാവിലെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവജനമേ, ഒരു വിശ്വാസി, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, നമ്മുടെ തമ്പുരാൻ സമ്പന്നനായതുകൊണ്ട് നാമും സമ്പന്നനാകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ കുറെ പണം കിട്ടുന്നതാണോ? സ്ഥാനവും മാനവും കിട്ടുന്നതാണോ? കുറെ പ്രോപ്പർട്ടിയോ ഏക്കർ കണക്കിന് വസ്തുക്കളോ വാങ്ങിച്ചു കൂട്ടുന്നതാണോ? ഇവയൊക്കെ ഉണ്ടെങ്കിലും 1 രൂപയുടെ സമാധാനമില്ല എങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? ഒരു തീന്മേശ മുഴുവനും വിഭവ സമൃദ്ധമായ ഭക്ഷണം പാചകം ചെയ്തു വെച്ചാലും സന്തോഷത്തോടെ അരമുറി ചപ്പാത്തി കഴിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരു ഗുളികയില്ലാതെ ഉറങ്ങാൻ സാധിക്കുമോ? എന്തെല്ലാം ഉണ്ടായെങ്കിലും
സ്വസ്ഥത ഉണ്ടാകുമോ? അതുകൊണ്ട് എൻ്റെ അപ്പൻ സമ്പന്നനാണ് സകലത്തിലും. അതെ, സമ്പത്തിലും സമ്പന്നനാണ്. വേദപുസ്തകം ആദിയോടന്തം അത് പറയുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ബോവസ് മഹാധനവാനാണ്. അതെ, അത് തന്നെയാണ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം മുതൽ ഇങ്ങോട്ട് കാണുന്നത്. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. മഹാസമ്പന്നനായിരുന്നു. ഈ ലോക സമ്പത്ത് മാത്രമല്ല പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം, സന്തോഷം, നന്മയുള്ള ജീവിതം, മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സ്, മറ്റാരോടും ഒരു വിധത്തിലും അസൂയയില്ലാതെ നോക്കിക്കാണാനുള്ള ഒരു ഹൃദയം, മറ്റൊരാളുടെ വേദനയിൽ ഉള്ളു തുറന്ന് കൂടെ നിൽക്കുവാനുള്ള ഒരു മനസ്സ്, ഇവയൊക്കെ വേദപുസ്തകത്തിന്റെ സമ്പന്നതയുടെ പര്യായ പദങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ അപ്പൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. ഇന്ന് നിങ്ങൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, വേണ്ടവണ്ണം ഉറക്കം ലഭിക്കാതെ, മാനസിക സംഘർഷത്തിലും മനോവ്യഥയിലുമാണോ? സഹോദര, നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ എൻ്റെ അപ്പൻ സമ്പന്നനാണ്. അതുമാത്രമല്ല, ചില സാമ്പത്തിക പരാധീനതകളുണ്ടോ? കുടുംബജീവിതത്തിന്റെ തകർച്ചകളുണ്ടോ? വേദനയോ നിരാശയോ ഉണ്ടോ? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ചില ലീഗൽ പ്രശ്നങ്ങൾ, നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, എന്താണ് നിങ്ങളെ അലട്ടുന്നത്? നിങ്ങൾ കർത്താവിനോട് വിളിച്ചപേക്ഷിക്ക്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഓൺ ടൈമിൽ നൽകുവാൻ തമ്പുരാൻ മതിയായവനാ. ഇന്ന് നടക്കേണ്ടുന്ന കാര്യം ഇന്ന് കൃത്യസമയത്തിനുള്ളിൽ നടത്തി തരുവാൻ ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് മതിയായവനാണ്. അപ്പോൾ ചോദിക്കും, ബ്രദറെ, അതെങ്ങനെ നടക്കും? ആരെങ്കിലും നൂലെ കെട്ടി തരുമോ? ആകാശത്തു നിന്ന് എറിഞ്ഞു തരുമോ? പ്രിയ സഹോദരങ്ങളെ, ഈ ചോദ്യം ജനുവിനാണ്, ന്യായമാണ്. അതെ, ഒറ്റ മറുപടിയേ ഉള്ളൂ. നൂലെ കെട്ടി ഇറക്കേണ്ടത് നൂലെ കെട്ടിത്തരും. ആകാശത്തു നിന്ന് എറിഞ്ഞു തരേണ്ടത് അങ്ങനെ തരും. വടം കെട്ടി തരേണ്ടത് അങ്ങനെ തരും. എങ്ങനെ തരണമെന്നും ഒരു ദൈവ പൈതലിന്റെ ആവശ്യം എങ്ങനെ നിറവേറ്റണമെന്നും തമ്പുരാൻ അറിയാം. നമ്മൾ അറിയാത്ത, നനയാത്ത വഴിയിലും ആളിലും കൂടെ നമ്മുടെ ആവശ്യങ്ങൾ യഥാസമയം നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് ആരുടെ ഉള്ളത്തിൽ, എവിടെ, എങ്ങനെ, അത് മൈലുകൾക്കപ്പുറമോ കടലുകൾക്കപ്പുറമോ ഏത് വിധത്തിലുമായിക്കൊള്ളട്ടെ, അവരിൽ ഇടപെടുവാൻ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന് കഴിയും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരാം. വചനം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ നമ്മുടെ കർത്താവ് സമ്പന്നന. അതെ, എന്റെയും നിങ്ങളുടെയും ദാരിദ്ര്യം മാറ്റുവാൻ കർത്താവ് വിശ്വസ്തന. അത് ഒരു ഭൗതിക സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, നമ്മളുടെ ആത്മീക ദാരിദ്ര്യം, നമ്മുടെ സമാധാനത്തിന്റെ ദാരിദ്ര്യം, സന്തോഷത്തിന്റെ ദാരിദ്ര്യം, കുടുംബ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ ദാരിദ്ര്യം, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ദാരിദ്ര്യം, അവരുടെ വളർച്ച, അവരുടെ ഉയർച്ച, ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുടെ, പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ, ഇവയെല്ലാം മാറ്റുവാൻ എൻ്റെ അപ്പൻ ധനവാൻ തന്നെയാണ്, സമ്പന്നൻ തന്നെയാണ്. വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് ഈ അതിരാവിലെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, ഈ തമ്പുരാന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രാർത്ഥനയോടെ വിളിച്ചപേക്ഷിച്ച് അടുത്തു വരാം. നിശ്ചയമായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. ഞാൻ ചേർത്ത് പറയട്ടെ, നമ്മുടെ ഒരു കുഞ്ഞു പ്രാർത്ഥന പോലും തമ്പുരാൻ നോക്കാതെ, കേൾക്കാതെ, മറുപടി തരാതെ
വിട്ട് കളയുകയില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ഒരു ചെറിയ ഞരക്കം പോലും തമ്പുരാന് തിരിച്ചറിയാം. ആ കർത്താവ് ഇന്ന് പകൽ നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യം എന്താണ്, കുറവെന്താണ്, പോരായ്മ എന്താണ്, വേദന എന്താണ്, സങ്കടം എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുന്നതിന് മുമ്പേ അറിയുന്ന കർത്താവേ, അവിടുന്ന് സകലത്തിലും സമ്പന്നനായിരിക്കാൽ ഇതാ അതിരാവ് ഞങ്ങൾ വചന വെളിച്ചത്തിൽ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കുകയില്ല എന്ന് അപ്പോസ്തലൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ആ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ അടുത്തു വരിക. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം, സകല നന്മകൾ കൊണ്ട് പൊതിയണം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും സമ്പന്നതയാലും ഞങ്ങളെ നിറച്ച് വഴി നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയ്ക്കാണ് ഉപകാരപ്പെടുന്നത് അഥവാ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് അവിടെ തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. ഇന്നത്തെ ദിനം നമ്മ ഏവരെയും അനുഗ്രഹത്തോടെ നടത്തട്ടെ. അതിന് ഈ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.